ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആകും എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊന്നുമല്ല, നമ്മളൊക്കെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഡെയിലി ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചുണ്ട് കറുത്തു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വഴികളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങളൊരു ലിപ് ബാം അപ്ലൈ ചെയ്യുക. അപ്പോഴും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ലിപ് ബാം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുണ്ടിൻ്റെ കണ്ടീഷൻസ് ആൻഡ് നിങ്ങളുടെ കൺസേൺ അനുസരിച്ചിട്ടുള്ള ലിപ് ബാംസ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ചുണ്ടിൽ, അതായത് വിതൗട്ട് ലിപ് ബാം നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ലിപ് ബാം അപ്ലൈ ചെയ്യുക. അതായത് ലിപ് ബാം അങ്ങനെ അപ്ലൈ ചെയ്യുമ്പം അതൊരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഡയറക്റ്റ് ഇട്ടിട്ട് ഉണ്ടാകുന്ന ആ ഒരു പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലിപ് ബാം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു കൺസേൺ പ്ലസ് നമ്മുടെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ ആണ് കൂടുതൽ, അപ്പോൾ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ള ലിപ് ബാംസ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ കോജിക് അല്ലെങ്കിൽ വൈറ്റമിൻ സി പോലത്തെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ ഡേ ടൈമിൽ ഒരു SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നൈറ്റ് ടൈമിൽ നമുക്ക് ഏത് ലിപ് ബാം വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ചുണ്ട് ഡ്രൈ ആക്കാത്ത തരത്തിലുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ലിപ് ബാം മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം. ഡയറക്റ്റ് നമ്മൾ ലിപ്സ്റ്റിക്ക് നമ്മുടെ ചുണ്ടിൽ വിതൗട്ട് ലിപ് ബാം നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇനി അടുത്തതെന്ന് വെച്ചാൽ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മൾ ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യുമ്പം ചീപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്ക് നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല. അതായത് എപ്പോഴും അത്യാവശ്യം നല്ല ഹൈ എൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓവർ ഹൈ എൻഡ് അല്ല ഞാൻ പറഞ്ഞത്, നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തീരെ ചീപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്ക് നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. അതായത് നമ്മുടെ ചുണ്ടിന് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കെമിക്കൽസ് കോമ്പോണൻസ് ഒക്കെ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ടിട്ട് പിഗ്മെൻറ്റേഷൻ കൂടാനുള്ള ചാൻസും ഇല്ലാത്തവർക്ക് വരാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. സോ എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക്ക് തിരഞ്ഞെടുക്കുമ്പം നല്ല ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കും അതോടൊപ്പം തന്നെ അതിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യുമ്പം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് വാങ്ങാനായിരിക്കും കൂടുതൽ ആൾക്കാരും താല്പര്യം കാണിക്കുക. അതായത് മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ലോങ് സ്റ്റേ എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്കാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ലോങ് ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ, അതായത് ഫുൾ ഡേ ലോങ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ കൂടും. സോ അങ്ങനത്തെ തരം ലിപ്സ്റ്റിക്ക് നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്താൽ നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷൻ വരും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 ദിവസമൊക്കെ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാം, പക്ഷെ അത് ഡെയിലി ആയാലും നല്ല രീതിക്ക് ലിപ്സിന് പിഗ്മെൻറ്റേഷൻ വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മൈൻഡിൽ കീപ്പ് ചെയ്യുക. അതായത് ലോങ് സ്റ്റേ ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് കഴിവതും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ലോങ് സ്റ്റേ ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ദിവസം മുഴുവനും നമ്മുടെ ആ ഒരു ലിപ്സ്റ്റിക്ക് ഇപ്പോൾ രാവിലെ അപ്ലൈ ചെയ്താൽ വൈകിട്ട് വരെ നിൽക്കുമല്ലോ. അത് കാരണം എങ്ങനെയാണ് പിഗ്മെൻറ്റേഷൻ വരുന്നതെന്ന് നോക്കിയാൽ, ഇങ്ങനത്തെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. സോ ഡ്രൈ ആവുന്ന സ്റ്റേജിൽ പിഗ്മെൻറ്റേഷൻ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. വരാനുള്ള ചാൻസ് നല്ല പിഗ്മെൻറ്റേഷൻ വന്നിരിക്കും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചുണ്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പം ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മുടെ ചുണ്ടിൽ നിന്ന് പോകും, നല്ലൊരു എക്സ്ഫോളിയേഷനൊക്കെ കിട്ടും. സോ അതുകൊണ്ട് തന്നെ ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനൊക്കെ നമുക്ക് നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ വീക്കിലി 2 ടൈംസ് മാത്രം സ്ക്രബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ചെറിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷസ് ഒക്കെ വെച്ച് സ്ക്രബ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക്, അതായത് ഷുഗർ പ്ലസ് ടർമറിക് അല്ലെങ്കിൽ നമ്മുടെ തേനൊക്കെ ആഡ് ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് കടയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ക്രബ്ബറൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീക്കിലി 2 ടൈംസ് ഓർ വൺസ് മാത്രം സ്ക്രബിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആവും. സോ അത് കാരണം നമുക്ക് ചുണ്ടിലെ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുക. അതായത് SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് UV ആൻഡ് UVB റേസിൽ നിന്ന് സണ്ണിൻ്റെ ആ ഒരു ഹാംഫുൾ റേസ് ഒക്കെ കൊണ്ടിട്ട് ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇൻ കേസ് പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ലിപ് ബാംസ് ചൂസ് ചെയ്യുമ്പം ഒരു SPF 20+ അല്ലെങ്കിൽ 30 ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഹൈഡ്രേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ, ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നല്ല രീതിക്ക്, അതായത് ചുണ്ടുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡ്രൈ ആവില്ല കേട്ടോ. അതായത് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഹൈഡ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുമ്പോൾ നമ്മുടെ ചുണ്ട് ഡ്രൈ ആവില്ല. സോ അത് കാരണം നമ്മുടെ ലിപ്സിൽ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ആവും, അല്ലെങ്കിൽ ലിപ്സിൽ പിഗ്മെൻറ്റേഷൻ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റെപ്സ്. അതായത് നമ്മുടെ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മുടെ ചുണ്ടിൽ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാമെന്നുള്ള കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉള്ള ആൾക്കാർക്ക് നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് അത്യാവശ്യം നമുക്കൊക്കെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന സ്റ്റെപ്സേ ഉള്ളൂ. ഭയങ്കര എന്താ പറയുക, കടുകട്ടി സ്റ്റെപ്സ് ഒന്നുമല്ല, എല്ലാവർക്കും ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ പിഗ്മെൻറ്റേഷനൊക്കെ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ റൈറ്റ് ആയിട്ടുള്ള മെത്തേഡ്സാണ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഭയങ്കര ഈസിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലിപ് ബാം ചൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഹൈഡ്രേഷൻ കൊടുക്കുക. പിന്നെ SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ സ്ക്രബിങ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മറന്നുപോയി, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് ലിപ് ബാം ആയിരുന്നു. നമ്മൾ ലോങ് സ്റ്റേ, അതായത് ഭയങ്കര മാറ്റ് ആയിട്ടുള്ള ലോങ് സ്റ്റേ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. നമ്മുടെ ലിപ്സ് ഡ്രൈ ആക്കും. സോ ഡ്രൈ ആവുന്ന സ്റ്റേജിൽ നമ്മുടെ ലിപ്സിലേക്ക് പിഗ്മെൻറ്റേഷൻ വരും. സോ ഈ സ്റ്റെപ്സൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഈ ഒരു പിഗ്മെൻറ്റേഷൻ എന്നുള്ള പ്രോബ്ലം നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അതായത് ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യാനും പറ്റും, അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ ചുണ്ടിൽ പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളോ അതായത് ഡിസ്കളറേഷനോ ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മടിക്കേണ്ട, ചോദിച്ചോ, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാൻ പറ്റുന്ന നല്ല പ്രൊഡക്ട്സൊക്കെ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാനും ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ.